നമസ്കാരം. വായിരിക്ക്. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? മലൈക്കോട്ടെ വാലിബൻ്റെ ട്രെയിലർ റിയാക്ഷനിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ ലാലേട്ടന് അത്യാവശ്യം നല്ല കഷ്ടകാലം തന്നെയായിരുന്നു. കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകര കഷ്ടകാലം. അതിനെക്കുറിച്ചിട്ടൊക്കെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഒക്കെ ലാലേട്ടന് ഒരുപാട് ബ്രൂട്ടലായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ വിമർശനങ്ങളൊന്നും ഇവരെ ബാധിക്കുന്ന മാറ്ററല്ല, അത് വേറെ വിഷയം. ഞാൻ ജസ്റ്റ് ഈ ഒരു പോസിറ്റീവ് സാഹചര്യത്തിൽ ആ പഴയ സോഷ്യൽ മീഡിയയിലെ പുള്ളിയുടെ സാഹചര്യത്തെക്കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ ലാലേട്ടൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പപ്പടം പൊട്ടണ പോലെ പൊട്ടുന്നൊരു രീതിയായിരുന്നു. അപ്പോൾ നമ്മൾ ആരുടെ ഫാനാണ് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തൂ. സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അത്യാവശ്യം ദുഃഖം തന്നെയായിരുന്നു. വാട്ട് ഹാപ്പൻ ടു ലാലേട്ടൻ? എന്താണ് പുള്ളി മര്യാദയ്ക്കുള്ളൊരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാത്തത്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോപ്പാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വിഷമത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ജീത്തു ജോസഫിൻ്റെ നേര് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് കാണാൻ വേണ്ടി പോയൊരു സിനിമയാണ്. ആ പ്രതീക്ഷ തെറ്റിച്ചില്ല. നല്ല ഗംഭീര സിനിമയായിരുന്നു. ആ സിനിമയിലൂടെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് തിരിച്ചു വരാൻ മാത്രം പുള്ളി എവിടെയും പോയിട്ടൊന്നുമില്ല. ബട്ട് ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങലുകൾക്കൊക്കെ ശേഷം നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് ലാലേട്ടന് വരാൻ വേണ്ടിയിട്ട് പറ്റിയല്ലോ. അപ്പോൾ അതിനെ ഞാനൊരു പോസിറ്റീവ് പരിപാടിയായിട്ട്, അല്ലെങ്കിൽ കഷ്ടകാലം മാറി എന്നുള്ളൊരു സാഹചര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ നേരിന് ശേഷം മലൈക്കോട്ടൈ വാലിബൻ ഒരുപാട് പ്രതീക്ഷ തരുന്നൊരു സിനിമയാണ്. ഈ പ്രതീക്ഷ തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനാണ്. പുള്ളിക്കാരൻ്റെ റേഞ്ച് നമുക്കറിയാം. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് പുള്ളി തരിക എന്നുള്ളതിനെക്കാട്ടിലുപരി മൂപ്പര് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമ്മളെ കാണിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എനിക്ക് പുള്ളിയുടെ ആ ഒരു അപ്രോച്ച് ഭയങ്കര ഇഷ്ടമാണ്. പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LJP പോലത്തെ ഒരു സംവിധായകൻ ലാലേട്ടനെ മലൈക്കോട്ടെ വാലിബനിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് നമ്മളൊക്കെ ഇരിക്കണത്. അത്യാവശ്യം നന്നായി പണിയെടുപ്പിച്ചിട്ടുണ്ടാവും. അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. ആരോ പറയുന്നത് കേട്ടു, വെൻ പ്രതിഭ മീറ്റ്സ് പ്രതിഭാസം. അതാണ് ഈ മലൈക്കോട്ടൈ വാലിബൻ. വെൻ LJP മീറ്റ്സ് മോഹൻലാൽ. ഉത്തരം ഈസ് ബ്ലോക്ക് ബസ്റ്റർ. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. പിന്നെ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ഹൈപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ഈ സിനിമയ്ക്കൊക്കെ ഓൾറെഡി ഹൈപ്പ് ഉണ്ട്. ഓൾറെഡി ലാലേട്ടൻ ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ എത്ര സിനിമകൾ മൂപ്പരുടെ പൊട്ടിക്കഴിഞ്ഞാലും അടുത്തൊരു സിനിമ കാണാൻ അവിടെ ഹൗസ്ഫുള്ളായിട്ട് ആളുണ്ടാവും. ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ LJP ലാലേട്ടൻ കോംബോ എന്ന് പറയുന്ന സമയത്ത് ആ പ്രതീക്ഷ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇപ്പോൾ ട്രെയിലർ വന്നില്ലെങ്കിലും ടീസർ വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും ഒക്കെ അതിനൊരു ഹൈപ്പ് ഉണ്ട്. തിയേറ്ററിൽ ഫസ്റ്റ് ഡേ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആൾ നിറയും എന്നുള്ളൊരു കാര്യം യാതൊരു സംശയവും ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണത്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഹൈപ്പ് ആവുന്ന പടങ്ങളാണ് ഇതൊക്കെ എന്ന്. ഇനി നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് കിടക്കാം. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാതെ ട്രെയിലർ റിയാക്ഷനിലേക്ക് മാത്രം അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. നിങ്ങൾക്ക് ബോറടിച്ചു എങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ ലാലേട്ടൻ്റെ നേര്, ഇനിയിപ്പോൾ മലൈക്കോട്ടെ വാലിബൻ അതും ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്തൊക്കെയാണ്, റാമ് വരാനുണ്ട്, എമ്പുരാൻ വരാനുണ്ട്. ഇനി അങ്ങോട്ടുള്ള സിനിമകളൊക്കെ ലാലേട്ടൻ്റെ പ്രതീക്ഷ തരുന്ന സിനിമകളാണ്. അപ്പോൾ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. ബട്ട് അതിനേക്കാട്ടിലുപരി ഒരു സിനിമാ പ്രേമിയാണ്. സോ മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും നല്ല നല്ല സിനിമകൾ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇന്നാളുടെ ഫാനാണെന്ന് വിചാരിച്ചിട്ട് മറ്റേയാൾ നശിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശമോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഗംഭീരമാവട്ടെ എന്ന് മാത്രമുള്ളൊരു ആഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ട്രെയിലറിലേക്ക് കിടക്കാം. ഓക്കെ, കമോൺ എവരിബഡി. ജയം, അതിലും വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ ഇതെൻ്റെ ഒരു വേർഷൻ പറഞ്ഞത് മാത്രം. ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് കേൾക്കാം. അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ
മതിമറന്ന അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ ആയിരിക്കുന്നു സുചിത്ര അല്ലേ? ഇന്ന് മാങ്ങോട്ട് കളരിയുടെ ആയുധം കൂട്ടും ചതിയാണ്. മ്യൂസിക് എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ടത്തെ നല്ല ഫീലിംഗ്. വാവ്, ഈ നടൻ ആരാ? പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഹരിഷ്കാരുടെയാ? ഇത് മണികണ്ഠൻ. നീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. വിഷ്വലി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഇവര്. കല്ലക്കനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി സിനിമയിൽ കാണാം. വാവ് വാവ് വാവ്, ലാലേട്ടാ come on. ആയിഷ് ആയിഷ്. എന്താ വിളി? ഓ, മോഹൻലാൽ. മോഹൻലാൽ. ബാക്കി എനിക്ക് വായിക്കാൻ കിട്ടണില്ല പെട്ടെന്ന്. എന്താ മലൈക്കോട്ടെ വാലിബൻ. നല്ല നല്ല ക്വാളിറ്റി ട്രെയിലർ. ഈ ട്രെയിലർ കണ്ടിട്ട് എന്തായാലും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് ഇത് എന്താ സംഗതി എന്നൊന്നും നമുക്ക് പിടി കിട്ടിയിട്ടില്ല. അത്തരത്തിലാണ് ട്രെയിലറിനെ തന്നെ അവർ ഒരുക്കി അങ്ങ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ബിക്കോസ് ലിജോസ് പെല്ലിശ്ശേരിയാണ്. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ തരുള്ളൂ. ഇത് തന്നതേ എന്തോ ഭാഗ്യം. പിന്നെ ഒരു പിടുത്തവും കിട്ടാതെ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം. ഏതായാലും ആ സുഖം അനുഭവിച്ചേക്കാം. പിന്നെ നൻപകൽ നേരത്ത് മയക്കം, ആ സിനിമയുടെ ടീസറോ ട്രെയിലറോ മറ്റേ വിട്ട സമയത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു, മണിയടി ശബ്ദം മാത്രം കേൾക്കുന്നു. അജാതി വെറൈറ്റി ഐറ്റം വരുന്നു അത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതിൽ ഇതെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചവരുടെ തെറ്റാണ് കേട്ടോ. ട്രെയിലറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലേ അത് പ്രതീക്ഷിച്ചവരുടെ തെറ്റാണ്. ബിക്കോസ് ദിസ് ഈസ് ലിജോ ജോസ് പെല്ലിശ്ശേരി ആൻഡ് ഐ ആം ഡാം ഷുവർ ഈ സിനിമ ഹിറ്റ് ഫ്ലോപ്പൊക്കെ വേറെ വിഷയം. പക്ഷേ ഈ സിനിമ നമുക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കട്ടെ. നൻപകൽ നേരത്ത് മയക്കം അത് എന്തോരം കളക്ട് ചെയ്തു എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ ആ സിനിമയുടെ ക്വാളിറ്റി എவ்வளோ ഇருக்கு. ഒരു ഗംഭീര സിനിമയായിരുന്നില്ലേ അത് നൻപകൽ നേരത്ത് മയക്കം. അതായത് അങ്ങനെ ഒരു സിനിമ ആളുകളെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വളരെ വളരെ എൻജോയ് ചെയ്ത് എൻഗേജിങ് ആയിട്ട് ഇരുന്ന് കണ്ടൊരു സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. ഒരു തരത്തിൽ നമുക്ക് ബോറടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്തോ എന്നുള്ളത് ഐ ഡോണ്ട് നോ. പക്ഷെ അതൊരു മാസ്റ്റർ ക്ലാസ് ടഫ് തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. LJP കൈവച്ച് കഴിഞ്ഞാൽ ഏത് നടനും നടിച്ചങ്ങ് പോവും. ഞാൻ പറഞ്ഞത് ലിജോനെ അങ്ങ് പൊക്കി വെച്ചിട്ട് നടന്മാരെ താഴ്ത്തി പറഞ്ഞതല്ല. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നല്ല ഗംഭീര നടന്മാരാണ്. ഇപ്പോഴും അത് പറയുന്നത് ക്ലീശയാണ് ഗംഭീര നടന്മാരാന്നുള്ളത്. പക്ഷേ അവരുടെ അഭിനയ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന ചില സംവിധായകരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സംവിധായകനാണ് LJP. ഓഫ് കോഴ്സ് നൻപകലിൽ മമ്മൂക്കേനെ അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്
ലാലേട്ടൻ്റെ ക്യാരക്ടർ മനസ്സിലായല്ലോ, ഏകദേശം അത്യാവശ്യം ഫൈറ്റും പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു സംഭവമാണ്. അപ്പോൾ പുള്ളീനെ എങ്ങനെ ഇതിൻ്റെ അകത്ത് പുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും, എന്തോരം പുള്ളി എന്താണ് പറയുക, ലാലേട്ടനെ ഇതിൻ്റെ അകത്ത് അങ്ങ് കുലുക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടിരിക്കുകയാണ് ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് നല്ല വൈബാണ് കേട്ടോ. വൈബല്ല, എന്താ പറയുക, ഒരു ജാതി മ്യൂസിക് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു ജാതി സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊരു മൂഡ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് മാത്രമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഐ എം ഡാം ഷുവർ ഇത് ഇവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. നമുക്കറിയാം അതിൻ്റെ സ്കെഡ്യൂളിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം ഇത് അത്യാവശ്യം മെനക്കെട്ട് ഷൂട്ട് ചെയ്തൊരു പരിപാടിയാണ്. സോ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നത് വിഷ്വലി നല്ലൊരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിഷ്വലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഇത് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഗംഭീര ഒരു സിനിമയാവട്ടെ മലൈക്കോട്ടൈ വാലിബൻ. ലാലേട്ടൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഹിറ്റിലേക്ക് ഇതെത്തട്ടെ. നേര് ഹിറ്റ്, മലൈക്കോട്ടൈ വാലിബൻ ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിറ്റ്, വളരെ സന്തോഷം. അടുത്തത് റാം, ഇതൊക്കെ അത്യാവശ്യം പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. വരട്ടെ, ബൈ ബൈ.